ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഓസ്ട്രിയ സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ദൃഢമാകുമെന്നും ആഗോള നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ഉത്തർപ്രദേശിൽ ബസ് ടാങ്കറിലിടിച്ചുണ്ടായ അപകടത്തിൽ 18 മരണം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചിച്ചു. കൊങ്കൺ പാതയിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് മംഗലാപുരം വഴി പോകേണ്ട ട്രെയിനുകൾ വഴിതിരിച്ചുവിടാൻ തീരുമാനം. യൂറോകപ്പ് ഫുട്ബോൾ ഫൈനലിൽ കടന്ന സ്പെയിൻ കാനഡയെ തളച്ച് അർജന്റീന കോപ്പ അമേരിക്ക ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഓസ്ട്രിയ സന്ദർശനത്തിന്റെ ഭാഗമായി വിയനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹമറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രിയ സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ദൃഢമാകുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ആഗോള നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഓസ്ട്രിയൻ ചാൻസലർ പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകളെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും നെഹ്മർ പറഞ്ഞു. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അരൂരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ചത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തുനിന്ന് കെ രമയാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ അതിവേഗ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. വിഴിഞ്ഞത്ത് കപ്പൽ കടന്നുപോകുന്ന സമയങ്ങളിലൊഴികെ മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കപ്പൽചാൽ മുറിച്ചു കടക്കുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് 106.93 കോടി രൂപ വീതം വിതരണം ചെയ്തതായും ശ്രീ സജി ചെറിയാൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാട്ടാനകളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തിയ സർവേയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് ഇത് വ്യക്തമായെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മലയാറ്റൂരിലടക്കം സംസ്ഥാനത്തെ ജനവാസ മേഖലയിലിറങ്ങിയ ആനകളെ കാട്ടിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം വനം വകുപ്പ് നടത്തുന്നതായും മന്ത്രി അറിയിച്ചു. ഇന്നലെ രാത്രി പുലർച്ചെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സർ. പിന്നെ അവിടെ നടക്കുന്ന സംഭവം, ആ കാര്യത്തിൽ വനം വകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള നടപടികൾ അവിടെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് അറിയാവുന്നതുപോലെ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞതായി അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ രേഖപ്പെടുത്തതാണ്. ആ നടപടികളുമായി മുമ്പോട്ട് പോകും. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തരും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉദാസീനത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദാസീനതയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇപ്പോൾ വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ ആ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ട്രൈസ് പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 5067 പേർക്ക് ഓണറേറിയം വ്യവസ്ഥയിൽ നിയമനം നൽകിയതായി മന്ത്രി ഒ.ആർ. കേളു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കൂടുതൽ മേഖലകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി പറഞ്ഞു. ദേശീയ മത്സ്യ കർഷക ദിനാചരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. പരിപാടിയോടനുബന്ധിച്ച് മത്സ്യ കർഷക സംഗമവും സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. മത്സ്യകൃഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച മത്സ്യ കർഷകർക്കും ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുമുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖം ട്രയൽ റണ്ണിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി.എൻ. വാസവൻ. 3000 മീറ്റർ പുലിമുട്ട്, 800 മീറ്റർ കണ്ടെയ്നർ ബർത്ത് എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായതായും 32 ക്രെയിനുകളിൽ 31 എണ്ണം എത്തിയതായും മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, കൽക്കട്ട, മുംബൈ തുടങ്ങിയ തുറമുഖങ്ങളിലേക്ക് എത്തിക്കും.
380 മീറ്ററോളം നീളമുള്ള കപ്പലാണ് വിഴിഞ്ഞത്തെത്തുക. തുടർന്ന് ഇതിനേക്കാൾ വലിയ കപ്പലുകൾ എത്തുമെന്നും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഉത്തർപ്രദേശിലെ ഉന്നാവോ ജില്ലയിൽ ബസ് ടാങ്കറിലിടിച്ച് 18 പേർ മരിച്ചു. അപകടത്തിൽ 19 പേർക്ക് പരിക്കേറ്റു. ബീഹാറിലെ സീതാമർഹിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. കൊങ്കൺ പാതയിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് മംഗലാപുരം വഴി പോകേണ്ട ട്രെയിനുകൾ വഴിതിരിച്ചുവിടുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. പർണയം തുരങ്കത്തിൽ വെള്ളക്കെട്ടുണ്ടായതിനു പിന്നാലെ നിരവധി ട്രെയിനുകൾ കൊങ്കൺ പാതയിൽ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടിട്ടുണ്ട്. കുംഡ സ്റ്റേഷനിലെത്തിയ തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് പാലക്കാട് വഴി തിരിച്ചുവിട്ടു. തിരുവനന്തപുരം ലോകമാന്യ തിലക് എക്സ്പ്രസ് സമയം മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4:55 പുറപ്പെടുന്ന ട്രെയിൻ ഷൊർണൂർ, ഈറോഡ്, റായ്ചൂർ, പൂനെ, പൻവേൽ വഴി സർവീസ് നടത്തും. സമ്പാദ്യശീലം വളർത്തുന്നതിനും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനുമായി രൂപീകരിച്ച കരുതൽ 2024 പദ്ധതിക്ക് വയനാട് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ എല്ലാ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലുമുള്ള ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റായ കരുതൽ പദ്ധതി. ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങളെയും പദ്ധതിയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ഥിരവും നിശ്ചിതവുമായ തുകകൾ മാസം തോറും നിക്ഷേപിക്കുന്നതിലൂടെ അച്ചടക്കമുള്ള സമ്പാദ്യശീലം വളർത്തുകയാണ് കരുതൽ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒറ്റത്തവണ തുക നിക്ഷേപിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പ്രയോജനകരമാണ്. വിദ്യാഭ്യാസം, വിവാഹം, യാത്ര തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഈ തുക ഉപയോഗപ്രദമാകും. നിക്ഷേപം അവസാനിപ്പിക്കാതെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ലഭ്യമാക്കാനും കഴിയും. നിശ്ചിത പരിധിക്ക് താഴെയുള്ള പലിശയ്ക്ക് TDS ഇല്ല. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ വീടുകളിലെത്തി ബോധവൽക്കരണവും നടത്തും. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ 3ാമത്തെ മത്സരം ഇന്ന് നടക്കും. സിംബാബ്വെയിലെ ഹരാരെയിൽ വൈകിട്ട് 4:30 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വിജയിച്ചിട്ടുണ്ട്. യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഫൈനലിൽ. സെമിയിൽ ഫ്രാൻസിനെ 2-1 പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത്. ഇന്ന് രാത്രി 12:30 നടക്കുന്ന നെതർലൻഡ്സ് ഇംഗ്ലണ്ട് സെമിയിലെ വിജയികളാകും ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ. കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തളച്ച് അർജന്റീന കോപ്പ അമേരിക്ക ഫൈനലിൽ. ലയണൽ മെസ്സിയും ജൂലിയൻ അൽവാരസും ഓരോ ഗോൾ വീതം നേടി. നാളെ നടക്കുന്ന 2ാം സെമിയിൽ യുറുഗ്വേ കൊളംബിയയെ നേരിടും. ഈ മാസം 15-നാണ് കോപ്പ അമേരിക്ക ഫൈനൽ. കോഴിക്കോട് ജില്ലയിൽ ഈ വർഷം വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചത് 7 പേർക്ക്. ജില്ലയിൽ 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളായി നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 52-കാരനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. രോഗം റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ തന്നെ കോർപ്പറേഷൻ പരിധിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. 2011 മുതൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വെസ്റ്റ് നൈൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വെസ്റ്റ് നൈൽ പ്രതിരോധത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണം പ്രധാനമാണ്. ഇടുക്കി ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ആദിവാസികൾക്ക് സർക്കാർ നൽകിയ ഭക്ഷ്യസുരക്ഷാ കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. 2018 ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്ധി എന്ന പേരിലുള്ള വെളിച്ചെണ്ണയാണ് കിറ്റിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം. വെളിച്ചെണ്ണയ്ക്ക് ഗുണനിലവാരം ഇല്ലെന്ന് പരാതി ഉയർന്നതോടെ ആരോഗ്യവകുപ്പ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. കഴിഞ്ഞ മാസമായിരുന്നു ഭക്ഷ്യസുരക്ഷാ കിറ്റുകളുടെ വിതരണം. ദേശീയപാത 966B കുണ്ടന്നൂർ തേവര പാലത്തിന്റെ അറ്റകുറ്റപ്പണി മാറ്റിവച്ചു. ഇന്നലെ രാത്രി മുതൽ ആരംഭിക്കാനിരുന്ന അറ്റകുറ്റപ്പണിയാണ് മഴ മൂലം മറ്റന്നാളത്തേക്ക് മാറ്റിയത്. മറ്റന്നാൾ രാത്രി 11 മണി മുതൽ ഗതാഗതം പൂർണ്ണമായും നിർത്തിവയ്ക്കും. ശനി, ഞായർ ദിവസങ്ങളിലായി പണി പൂർത്തീകരിച്ച് തിങ്കളാഴ്ച രാവിലെയോടെ പാലം തുറന്നുകൊടുക്കാനാണ് തീരുമാനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 609 പോയിന്റ് താഴ്ന്ന് 79,747-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 170 പോയിന്റ് താഴ്ന്ന് 24,459-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഓസ്ട്രിയ സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ദൃഢമാകുമെന്നും ആഗോള നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ഉത്തർപ്രദേശിൽ ബസ് ടാങ്കറിലിടിച്ചുണ്ടായ അപകടത്തിൽ 18 മരണം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചിച്ചു.
കൊങ്കൺ പാതയിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് മംഗലാപുരം വഴി പോകേണ്ട ട്രെയിനുകൾ വഴിതിരിച്ചുവിടാൻ തീരുമാനം. യൂറോ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ കടന്ന സ്പെയിൻ കാനഡയെ തളച്ച് അർജന്റീന കോപ്പ അമേരിക്ക ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.